ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 12ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശ്വനാഥൻ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ കടിച്ചു ചെന്ന ചെന്നായ്ക്കളാണ് ഉള്ളിൽ എന്ന് ഓർമ്മപ്പെടുത്തിയ. എന്നിട്ട് ആ ഒരു ശ്രദ്ധ പുലർത്തുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത വരിയിൽ പറയുന്നത്, മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്നും അത്തിപ്പഴമോ പറിക്കാറില്ല. അതായത് അതാത് ചെടികളിൽ നിന്ന് അല്ലെങ്കിൽ മരങ്ങളിൽ നിന്നും അതിൻ്റെതായ ഫലങ്ങളെ കിട്ടുകയുള്ളൂ. കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ നല്ല മനുഷ്യരിൽ നിന്നും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നന്മ പുറത്തേക്ക് വരും. മോശം മനുഷ്യരിൽ നിന്നും ദുഷ്ടതയും മോശവുമായ കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈശോ പറയുക. ഇനി അതിലൊരു ചതിയിൽ പെട്ടുപോകാനും പാടില്ല. മോശം മനുഷ്യര് നല്ല കാര്യങ്ങൾ ചെയ്തു കൂട്ടുമെന്നൊന്നും നിങ്ങൾ ഇനി അധികം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ചതിയിൽ പെടാതിരിക്കാനും കൂടി ശ്രദ്ധിക്കാവുന്നൊരു ഉറപ്പെടുത്തൽ നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗം വായിച്ചു വന്നപ്പോൾ അടുത്ത പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: നല്ല വൃക്ഷത്തിൽ നിന്നും ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിൽ നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഇത് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ, നമ്മളിത് വായിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ, ഇത് കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ, അയാളുടെ പരിസരങ്ങളിലെ മറ്റു മനുഷ്യരെ ഒരു വൃക്ഷമായി കാണുമ്പോൾ അതാത് വൃക്ഷങ്ങളിൽ നിന്നും എന്ത് ഫലം കിട്ടും എന്നതിനെക്കുറിച്ചൊരു ജാഗ്രത പുലർത്താൻ വേണ്ടിയുള്ള ഒരു സുവിശേഷ ഭാഗത്തിന്റെ വരിയായിട്ട് നമ്മൾ ഇതിനെ കാണാൻ സാധിക്കും. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, ഒരു വേർഷൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്: എ ഹെൽത്തി ട്രീ കനോട്ട് ബെയർ ബാഡ് ഫ്രൂട്ട്, നോർ എ ഡിസീസ്ഡ് ട്രീ ബെയർ ഗുഡ് ഫ്രൂട്ട്. ഇങ്ങനെയാണ് ആ വഴി. ഗുഡെന്നോ ബാഡെന്നോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വൃക്ഷം ചീത്ത വൃക്ഷം എന്ന് മലയാളം ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വേർഷനിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എ ഹെൽത്തി ട്രീ ആൻഡ് എ ഡിസീസ് ട്രീ. എ ഹെൽത്തി ട്രീ കനോട്ട് ബെയർ ബാഡ് ഫ്രൂട്ട്, നോർ എ ഡിസീസ് ട്രീ ബെയർ ഗുഡ് ഫ്രൂട്ട്. അതായത് കൃത്യം ഒരു തർജ്ജമ നമുക്ക് ഇങ്ങനെ വായിക്കാം: ആരോഗ്യമുള്ള മരം മോശം ഫലം തരത്തില്ല, രോഗിയായ മരം നല്ല ഫലവും തരത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. അപ്പൊ ആരോഗ്യമുള്ള മരം, രോഗിയായ മരം, ഇങ്ങനെയാണ് നമുക്ക് ഈ ഭാഗങ്ങളെ കാണാൻ സാധിക്കുക. അതായത് ഈ വൃക്ഷം നല്ലത് എന്ന് പറയുമ്പോൾ അതിന് ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. മോശം എന്ന് പറയുമ്പോൾ അത് ആരോഗ്യമുള്ള, ഈ നല്ല വൃക്ഷം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള വൃക്ഷമെന്നും ചീത്ത വൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് രോഗിയായ വൃക്ഷം എന്നാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ സാധിക്കുക, എല്ലാ പാപാവസ്ഥകളും ഒരു രോഗാവസ്ഥയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് കരുണയോടുകൂടി കാണാനായിട്ട് സാധിക്കുക. എന്താണ് ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത്? രോഗാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് 3 തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്: ശരീരം, മനസ്സ്, ആത്മാവ്. നമ്മൾ ആത്മാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പാപം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. പക്ഷെ ഈ ആത്മാവിന്റെ ബലക്ഷയത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ എന്ന് പറയുന്നതിന് നിശ്ചയമായും ശരീരവും മനസ്സും ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരീരവും മനസ്സും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് നമ്മളുടെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന അസ്വസ്ഥതകൾ, അതാണ് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇമോഷണൽ ഇംബാലൻസ് ആയിട്ടുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ വൈകാരിക അസന്തുലിത അവസ്ഥകൾ. ഈ 2 കാര്യങ്ങളും നമ്മളെ രോഗിയാക്കുന്നുണ്ട്. നമ്മളിത് ചിന്തിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള വലിയ രോഗാവസ്ഥയെക്കുറിച്ചോ മാനസിക രോഗത്തെക്കുറിച്ചോ അല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഇമോഷണൽ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥകൾ നമുക്കുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്വസ്ഥമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ല. ഈ ഒരു ശാന്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മളൊരു മോശം വൃക്ഷമാണ് യഥാർത്ഥത്തിൽ. ഒരു മോശം വൃക്ഷം അഥവാ രോഗിയായ വൃക്ഷം. സ്വാഭാവികമായും നമ്മളിൽ നിന്നും നല്ല ഫലം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നല്ല ഫലത്തെ നമുക്ക് ഒരു ഔട്ട്പുട്ട് എന്ന രീതിയിൽ നല്ല ഫലം നമുക്ക് നൽകാൻ പറ്റും. നന്മ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരത്തില്ല. നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്നതൊക്കെ കേടുള്ളതായിരിക്കും. ഇനി
ഞാൻ താമസിക്കുന്നൊരു ശ്രേയസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കുറേ മരങ്ങളുണ്ട്. ഈ ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞൊരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. കുറേ മാവുണ്ട്, ഒരു 10-15ഓളം മാവുണ്ട്, വെറൈറ്റി മാവുകൾ. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, കുറേ മാവുകൾ ഇങ്ങനെ ഇത്തള് കയറിയും മോശം ഈ കള കയറിയൊക്കെ നിൽക്കുന്ന മാവുകളുണ്ട് കുറേ. ഇപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കുറവ് മാങ്ങയാണ് നമുക്ക് ഈ വർഷം കിട്ടിയത്. അതിന് കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ മോശം മാമ്പഴം നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് കാരണം അതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകേണ്ടി വരില്ല. പിന്നെ അതിൻ്റെ ആ പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കേണ്ട സമയത്താണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പല കളകൾ കയറി വളർന്നതിൻ്റെ പേരിൽ, ഇത്തിള് കയറിയതിൻ്റെയൊക്കെ പേരിൽ ഈ മരം ആരോഗ്യമില്ലാണ്ടായിട്ടുണ്ട്. ഈ മരത്തിന് ആരോഗ്യമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തു നിന്നും കുറവ് ഫലങ്ങളെ വരുന്നുള്ളൂ. ഇനി കുറവ് ഫലങ്ങളല്ല, ഈ ഉണ്ടായ കുറച്ച് ഫലങ്ങൾ തന്നെ കേടുള്ള ഫലങ്ങളുമാണ്, മാമ്പഴങ്ങളുമാണ്. അതങ്ങനെ നശിച്ചു പോവുക. ഈ തെങ്ങിൻ്റെ സ്ഥിതി നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. കൃത്യമായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ട് ചിലരോട് ആവശ്യപ്പെട്ട് ശ്രദ്ധിക്കാൻ പോയതിൻ്റെ ബുദ്ധിമുട്ടിൽ അവിടെ ഇങ്ങനെ കുറേ തെങ്ങുകൾ ഇങ്ങനെ മഞ്ഞ വീണ്, അല്ലെങ്കിൽ ചെല്ലി കയറി, അല്ലെങ്കിൽ കേടുകൾ പിടിച്ചിട്ട് കുറേ ഓലയൊക്കെ കുഴിഞ്ഞു പോയി മണ്ട പോയ തെങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഫലം നൽകുന്നില്ല എന്നുള്ളതാണ്, ഫലം നൽകുന്നില്ല. അപ്പം ഈ തെങ്ങിൻ്റെ ആരോഗ്യാവസ്ഥ, രോഗാവസ്ഥ ഇത് നമ്മളിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും. നമുക്കിങ്ങനെ നമ്മുടെയൊക്കെ ചുറ്റുപാട് നോക്കി നമ്മുടെ ഇപ്പോൾ വീടുകളിലൊക്കെ നോക്കിയത് കാണാൻ സാധിക്കും. ആരോഗ്യമുള്ളൊരു തെങ്ങ് കൃത്യമായിട്ടും അതിൻ്റെ കേടെല്ലാം പോക്കി, മഞ്ഞ് വീണതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ചെല്ലിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് അതിന് ചൂട് കിളച്ച് വളവിട്ട് അതിൻ്റെ കൃത്യമായ ഒരു 6 മാസവും കൂടുമ്പോൾ കൃത്യമായി ഇടേണ്ട വളമൊക്കെ ഇട്ട് അതിൻ്റെ ആ മഴക്കാലത്തും ചൂടുകാലത്തും ഒക്കെ നമ്മൾ പരിചരിക്കേണ്ട ഒരു കൃത്യമായ ഒരു കാലയളവെങ്കിലും, ഒരു ടേമെങ്കിലും നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ തെങ്ങ് ആരോഗ്യമുള്ള തെങ്ങായിട്ടും, അല്ലെങ്കിൽ മാവ് ആരോഗ്യമുള്ള മാവായിട്ടും, അല്ലെങ്കിൽ മരം ആരോഗ്യമുള്ള മരമായിട്ട് മാറും. അത് നൽകാൻ പോകുന്ന ഫലം അതൊരു മേന്മയുള്ളതായിരിക്കും, മെച്ചപ്പെട്ട ഫലം പുറപ്പെടുവിക്കും. കൂടുതൽ ഫലം കിട്ടുകയും ചെയ്യും. ആ ഫലമൊക്കെ കേടില്ലാത്തതും രുചികരമായതും അതിൻ്റെ ആ ഗുണനിലവാരത്തിൽ മുന്തിയതുമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഈ മോശം ഫലം തന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളൊക്കെ ഇല്ലാത്ത മരങ്ങളാണ്. അതിൻ്റെ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി, ഇമോഷണൽ ഇംബാലൻസിങ് ആയിട്ടുള്ള അവസ്ഥ, അതിൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ, അതിൻ്റെ ദുഃഖങ്ങളുണ്ട്, അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ട്രോമയുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള കുറേയധികം ഈ പ്രശ്നങ്ങളുണ്ട്. കുംഭസാരം കൊണ്ട് അതിൻ്റെ ചൂട് കിളച്ച് ദിവ്യകാരുണ്യം ആകുന്ന വളവിട്ട് വചനമാകുന്ന ആ ഒരു നറിഷ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഈ മരത്തെ ഒന്ന് കേടുപോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ആത്മീയമായിട്ട് മാത്രമല്ല, ഫിസിക്കലി കിട്ടേണ്ട ആവശ്യങ്ങൾ, അതിൻ്റെ സൈക്കോളജിക്കലി കിട്ടേണ്ട ആവശ്യങ്ങൾ, ഇതൊക്കെ ഫുൾഫിൽ ചെയ്ത് ഒരു മരത്തെ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ സെമിനാരി ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. സെമിനാരി ഫോർമേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നല്ല ഫുഡ് കൊടുത്ത്, നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്, നല്ല ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ഒരു നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു കോൺവെന്റിലോ ആശ്രമത്തിലോ ഒക്കെ നടക്കുന്നത് തന്നെയാണ്. ഇത് സത്യത്തിൽ എല്ലാ മനുഷ്യരും നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരിലും ഈ ഡെയിലി നടക്കേണ്ട ഒരു നറിഷ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധ, കരുതൽ കൊടുത്ത് നമ്മളൊരു മരമാണെങ്കിൽ ഈ മരം നല്ല ഫലം ഒരു സീസണിൽ എത്തുമ്പോൾ നല്ല ഫലം, ഒരുപാട് ഫലം, ആ ഫലമെല്ലാം തന്നെ ഗുണമേന്മയുള്ള ഫലങ്ങളായി, ഗുണനിലവാരമുള്ള ഫലങ്ങളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ വൃക്ഷത്തെ വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കേടുകൾ പോക്കേണ്ടതായിട്ടുണ്ട്, ഇതിൻ്റെ പുഴുക്കൾ എടുത്ത് കളയേണ്ടതായിട്ടുണ്ട്, കൃത്യമായി വളമിടേണ്ടതായിട്ടുണ്ട്, കൃത്യമായി വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായ സൂര്യപ്രകാശം കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. ഈശോ പറയുന്ന ഈ വചനഭാഗത്തെ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്: എ ഹെൽത്തി ട്രീ ക്യാൻ ബെയർ ഗുഡ് ഫ്രൂട്ട്. ബാക്കി എങ്ങനെയാണ്? ഹെൽത്തി ട്രീ കനോട്ട് ബെയർ ബാഡ് ഫ്രൂട്ട്, നോർ എ ഡിസീസ് ട്രീ ബെയർ ഗുഡ് ഫ്രൂട്ട്. ഈ ആരോഗ്യമുള്ള മരം ഒരിക്കലും മോശം ഫലമോ അല്ലെങ്കിൽ കുറവ് ഫലമോ നൽകത്തില്ല. ഒരുപാട് ഫലം നൽകും, നല്ല ഫലങ്ങളുമായിരിക്കും. ആരോഗ്യം ഇല്ലാത്ത മരമായതുകൊണ്ടല്ലേ അതിനകത്തൊന്നും മോശം ഫലങ്ങളും കുറവ് ഫലങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഫലങ്ങളും അതെല്ലാം നല്ല ഫലങ്ങളുമായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള മരമായി മാറാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുള്ളതാണ് ഈ വചനഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യമില്ലാത്ത മരമല്ല, ആരോഗ്യമുള്ള മരമായി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.
നമ്മളാകുന്ന മരത്തിൽ നിന്നും മരം താങ്ങും തണലും ഒപ്പം ഫലവും അനേകം ഫലവും ഗുണമുള്ള ഫലവും നൽകുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ കരുണയുടെ നീർച്ചാലിനരികെ നട്ടേച്ച് ചുവട് കുംഭസാരം കൊണ്ട് വിളച്ച് ദിവ്യകാരുണ്യമാകുന്ന വളം നൽകി വചനമാകുന്ന സൂര്യപ്രകാശത്തിലേക്ക് നിർത്തി ഈ മരത്തെ നമുക്ക് കൂടുതൽ ഫലങ്ങളും കൂടുതൽ നല്ല ഫലങ്ങളും നൽകുന്ന മരമാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. ദൈവചൈതന്യം നിറഞ്ഞ തണൽ മരങ്ങളായി ഫലവൃക്ഷങ്ങളായി നമ്മൾ മാറുന്നതിനായി പ്രാർത്ഥിക്കാം. ആ മരത്തിൽ മരിച്ചവൻ നമുക്ക് കൃപ നൽകുമാറാകട്ടെ.